മലയാളിക്ക് പച്ചമീനിനേക്കാൾ ഉണക്കമീനിനോടാണ് പ്രിയമെന്ന് തോന്നുന്നു. ഉണക്കമീൻ വില പച്ചമീനിനെയും കടത്തി വെട്ടിക്കഴിഞ്ഞു. അവിടെയും താരം മത്തിയാണ്. മീനിന്റെ ലഭ്യത കുറഞ്ഞതോടെ ഉണക്കമീൻ തൊട്ട് കൂട്ടുകയാണ് ഏറെ ആളുകളും. അതുകൊണ്ട് തന്നെ ഉണക്കമീനിന്റെ വില നിലവാരം പരിശോധിക്കുകയാണ് ഞങ്ങൾ. ചേട്ടാ, ഉണക്കമത്തിക്ക് എന്താ വില? മത്തി കിലോ 600. ബാക്കിയുള്ളതൊക്കെ ബാക്കി പാര 250. സ്രാവ് 500. കൊഞ്ച് 600. കാരലിന്റെ വില? കാരലില്ല. പച്ചമത്തിക്ക് കിലോ 300 രൂപയ്ക്ക് മേലൊക്കെ കയറുന്നത് അപൂർവം. എന്നാൽ ഉണക്കമത്തിക്ക് ഇപ്പോൾ 300 മുതൽ 600 വരെയാണ് വില. 500 രൂപ വിലയുള്ള സ്രാവിനും കൊഞ്ചിനുമൊക്കെ മേലെയാണിപ്പോൾ ഉണക്കമത്തി. ബീഫിനും ചിക്കനും പോർക്കിനുമൊക്കെ മേലെ. വില ജാസ്തിയാണെങ്കിലും ഉണക്കമത്തിയോടും മറ്റുണക്കമീനുകളോടും നോ പറയാൻ പലർക്കും വയ്യ. ഉണക്കമീനും ഭാരിച്ച വിലയാ. കഴിക്കാൻ നമുക്ക് പച്ചമീനോ കിട്ടുന്നില്ല. ഉണക്കമീൻ കൂട്ടാമെന്ന് വിചാരിക്കുമ്പോൾ ഉണക്കമീനും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ വാങ്ങിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ബറോഡയിൽ നിന്ന് വന്നിരുന്നതാണ്. ഇങ്ങനെ പോലെ ഉണക്കമീൻ കൊണ്ടുപോകാൻ വേണ്ടി വാങ്ങിക്കാൻ വന്നതാണ്. ഏകദേശം 700 രൂപ 600 രൂപ. പച്ചമീനേക്കാളിലും ഭയങ്കര വിലയാണ്. എല്ലാവരും മരിക്കുമെന്നും പറഞ്ഞ് പേടിച്ച് ആരും മീൻ മേടിക്കുന്നില്ല. ഞാൻ പിന്നെ ഇച്ചിരി മീൻ എടുത്ത് വെച്ചുകൊണ്ട് പറയും, പിന്നെ മരിക്കാൻ ധൈര്യമുള്ളത് വരണേ മേടിക്കുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോന്ന്. മീൻ വളരെ കുറവ് ഇല്ല. 1 കിലോ ചാളയ്ക്കൊക്കെ 400 രൂപ വിലയായി. ഇച്ചോളം കുറവാണ്, ഇച്ചോളം ഇല്ല. ഇനി ഉണക്കമീനിന്റെ വില കുതിച്ചുയരാനുള്ള കാരണം കേൾക്കണം. തമിഴ്നാട്ടിലുള്ള ഈ മഴയും കാറ്റാണ് വിഷയം. രണ്ടാമത്തത് ട്രോളിംഗ് നിരോധനമാണ്. അത് കാരണം ബോട്ടുകൾ കടലിൽ പോകുന്നില്ല. അപ്പോൾ രണ്ടും കൂടെ പോവാതായപ്പോഴത്തേക്ക് മീനിൻ്റെ ലഭ്യത കുറഞ്ഞു. മറ്റുള്ള ഭക്ഷ്യവിഭവങ്ങളെ പോലെയല്ല ഉണക്കമീനിന്റെ വില. ഇങ്ങനെ കുതിച്ചുയർന്നാലും അതുപോലെ തന്നെ താഴെ വരുമെന്നും കച്ചവടക്കാർ പറയുന്നു. ആ പ്രതീക്ഷയിലാണ് നമ്മുടെ ഉണക്കമീൻ പ്രേമികളും. പച്ചമീനിനേക്കാളും ഇറച്ചിയേക്കാളും ഒക്കെ വില അങ്ങനെ കുതിച്ചു പൊങ്ങുകയാണ് ഉണക്കമീനിന്, പ്രത്യേകിച്ച് മത്തിക്ക്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ഉണക്കമീൻ വ്യാപാര കേന്ദ്രമായ പുനലൂർ ശ്രീരാമപുരം മാർക്കറ്റിൽ നിന്നും ക്യാമറമാൻ രാജ് കിരണിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊട്ടാരക്കര.